നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെല്ലാവരും ഇതിനോടകം അറിഞ്ഞു കാണും കൊച്ചി കളമശ്ശേരിയിലുണ്ടായ സ്ഫോടന വാർത്ത. എന്നാൽ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഒരു പ്രവാസിയായിരുന്ന വ്യക്തിയാണ്. ഡൊമിനിക് മാർട്ടിൻ വർഷങ്ങളായി പ്രവാസിയായിരുന്നു. മാർട്ടിൻ ദുബായിലാണ് ജോലി ചെയ്തിരുന്നത്. ഒരു മാസം മുൻപാണ് ഇദ്ദേഹം നാട്ടിലെത്തിയത് എന്നാണ് അയൽവാസികൾ പറയുന്നത്. ദുബായിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഫോർമാനായി ജോലി ചെയ്തിരുന്നു. മകൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതോടെയാണ് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത്. മകൻ വിദേശത്താണ് ഇപ്പോഴും ഉള്ളത്. ഒരു മാസം മുൻപ് ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. കടവന്ത്ര സ്വദേശിയായ മാർട്ടിൻ തമ്മനത്ത് വാടക വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. സൗമ്യനായ മനുഷ്യനാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഡൊമിനിക് മാർട്ടിനും കുടുംബവും തമ്മനം കുത്താപ്പടിയിലെ വീടിന്റെ മുകളിലത്തെ നിലയിൽ 5 വർഷമായി വാടകയ്ക്ക് താമസിക്കുകയാണ്. വാടക കൃത്യമായി തരാറുണ്ടെന്നാണ് വീട്ടുടമ ജലീൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. നെടുമ്പാശ്ശേരിയിൽ ഡൊമിനിക്കിന് സ്വന്തമായി ഫ്ളാറ്റുമുണ്ട്. സ്ഫോടനം നടക്കുന്ന വേളയിൽ മാർട്ടിൻ കളമശ്ശേരിയിലെ സംറ കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ മാർട്ടിൻ പകർത്തിയെന്നും പറയപ്പെടുന്നു. യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ ഹാളിൽ ഭാര്യാമാതാവും ഉണ്ടായിരുന്നുവെന്നും അവർ ഇരുന്ന സ്ഥലം ഒഴിവാക്കിയാണ് ബോംബ് വെച്ചത് എന്നും മാർട്ടിൻ പറയുന്നു. രാവിലെ 7 മണിയോടെ കൺവെൻഷൻ സെന്ററിലെ കസേരകളുടെ അടിയിൽ ബോംബ് വെച്ചു. ഈ സമയം ഹാളിൽ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പ്ലാസ്റ്റിക് കവറുകളിൽ പെട്രോൾ നിറച്ച് കൺവെൻഷൻ സെന്ററിൽ 6 വെച്ചു. ഇതിനോട് ചേർത്ത് ബോംബ് ഘടിപ്പിച്ചിരുന്നു. ശേഷം റിമോട്ട് കൺട്രോളിലൂടെ സ്ഫോടനം നടത്തി. 3 ബോംബുകളാണ് പൊട്ടിയത്. തന്റെ തറവാട് വീടിന്റെ ടെറസിൽ വെച്ച് ബോംബ് തയ്യാറാക്കിയ ശേഷം മാർട്ടിൻ ഇത് പരീക്ഷിച്ചു നോക്കിയിരുന്നില്ല. ശരിയായി പ്രവർത്തിക്കും എന്ന ആത്മവിശ്വാസം ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് സൂചന. ഫോർമാൻ ആയതിനാൽ സാങ്കേതിക കാര്യങ്ങളിൽ പ്രതിക്ക് വൈദഗ്ധ്യമുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതി സ്ഫോടനത്തിന് ശേഷം സുഹൃത്തിന്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇയാളെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും. ഇയാളുമായി നേരത്തെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാർട്ടിന്റെ ഭാര്യയിൽ നിന്ന് കളമശ്ശേരി പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെ 5ഓടെ ഇയാൾ വീട്ടിൽ നിന്ന് പോയതായി ഭാര്യ പോലീസിനോട് പറഞ്ഞു. ആ സമയം ഡൊമിനിക് മാർട്ടിന്റെ കൈവശം മറ്റു വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. സംഭവശേഷം ഇയാൾ വീട്ടിലേക്ക് വന്നിട്ടില്ലെന്നും ഇവർ പറയുന്നു. സ്ഫോടനം നടന്ന പിന്നാലെ മാർട്ടിൻ ബൈക്കിൽ തൃശൂർ കൊടകര പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ ചെയ്ത് സ്ഫോടനം നടത്തിയ കാര്യം അറിയിക്കുന്നത്. താനാണ് സ്ഫോടനം നടത്തിയത് എന്നും യഹോവ സാക്ഷികളുടെ വിശ്വാസം രാജ്യത്തിന് വിരുദ്ധമാണെന്നും അതിനാലാണ് സ്ഫോടനം നടത്തിയത് എന്നും വീഡിയോയിൽ ഇയാൾ പറഞ്ഞത്. കൊടകര പോലീസ് സ്റ്റേഷനിലെത്തി മാർട്ടിൻ കുറ്റസമ്മതം ഏറ്റുപറയുകയായിരുന്നു. മൊബൈലിലെ രേഖകളും കാണിച്ചുവത്രേ. കൊടകര പോലീസ് സ്റ്റേഷനിലെത്തി മാർട്ടിൻ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. മൊബൈലിലെ രേഖകളും കാണിച്ചുവത്രേ. ശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ കളമശ്ശേരിയിൽ എത്തിക്കുകയായിരുന്നു. അതേസമയം ഇനിയും ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നാണ് പ്രധാനമായും അറിയേണ്ടത്. മലയാളത്തിന് പുറമെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളും ഡൊമിനിക് മാർട്ടിൻ കൈകാര്യം ചെയ്യുമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ഇയാൾക്ക് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക അറിവ് എങ്ങനെ ലഭിച്ചുവെന്ന അമ്പരപ്പിലാണ് നാട്ടുകാര്. വർഷങ്ങളായി പ്രവാസിയായിരുന്ന ഇയാളുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.